ഗുഡ് മോർണിംഗ്. അടുത്ത ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആണ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ടീച്ചർ നേരത്തെ പറഞ്ഞു, റേഷ്യോയിൽ വ്യത്യാസം വരുന്ന ഡിഫക്റ്റുകളെയാണ് നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ്. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയും, രണ്ടാമത്തത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഈ മെറ്റൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റയോണെയാണ്, പോസിറ്റീവ് അയോണിനെയാണ് നമ്മൾ മെറ്റൽ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും കാറ്റയോണാണ് എക്സസ് ആവണത്. കാറ്റയോൺ എക്സസ് ഡിഫക്റ്റ് അങ്ങനെ പറയില്ല, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയും. രണ്ടാമത്തത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അപ്പോൾ മെറ്റൽ എക്സസ് എന്ന് പറഞ്ഞാൽ കാറ്റയോണിൻ്റെ എണ്ണം കൂടുന്നു, അതായത് കാറ്റയോൺ എക്സസ് ആവണു. മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ കാറ്റയോണിൻ്റെ എണ്ണം കുറയണം. ഇനി മെറ്റൽ എക്സസ് ഡിഫക്റ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി, രണ്ടാമത്തത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ്. ഈ കാറ്റയോണിൻ്റെ എണ്ണം രണ്ട് തരത്തിൽ കൂടാം. ഒന്നുകിൽ ആനയോണിൻ്റെ എണ്ണം കുറയുക, ഇപ്പോൾ 10 കാറ്റയോണും 10 ആനയോണും ഉണ്ട്, അപ്പോൾ ഒരു ആനയോൺ കുറഞ്ഞു, അപ്പോൾ 9 ആനയോണായി, അപ്പോൾ മെറ്റൽ എക്സസ് ആയില്ലേ. അതിനെയാണ് നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി എന്ന് പറയുന്നത്. ഈ ആനയോൺ വേക്കൻസിക്ക് പറയുന്ന വേറൊരു പേരാണ് എഫ് സെൻറ്റർ എന്നാണ് അതിന് പറയുക. ആനയോൺ വേക്കൻസികളെ എഫ് സെൻറ്റേഴ്സ് എന്ന് പറയും. ഇനി രണ്ടാമത്തത് കാറ്റയോണിൻ്റെ എണ്ണം 10 കാറ്റയോണും 10 ആനയോണും, അപ്പോൾ 11 കാറ്റയോണായി എന്ന് വിചാരിക്കുക, അപ്പോഴും മെറ്റൽ എക്സസ് ആയി, കാറ്റയോൺ എക്സസ് ആയി. അതിനെയാണ് നമ്മൾ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ് എന്ന് പറയുന്നത്. ഇനി മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്, അതും രണ്ട് തരത്തിലുണ്ടാവാം. ഒന്ന് കാറ്റയോൺ വേക്കൻസി, കാറ്റയോണിൻ്റെ എണ്ണം കുറയുക, അപ്പോൾ കാറ്റയോണിൻ്റെ എണ്ണം കുറയില്ല, കാറ്റയോണുകൾ പോവുക പുറത്തേക്ക്, അപ്പോൾ അവിടെ ഒരു വേക്കൻസി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെറ്റലിൻ്റെ എണ്ണം കുറയും. കാറ്റയോൺ കുറയണതാണല്ലോ മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി ആനയോൺ എക്സസ് ആവുക, അങ്ങനെ ഒരു ചാൻസ് നമുക്ക് സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല. അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് രണ്ട് തരത്തിൽ പറയാമെങ്കിലും ഒരെണ്ണമാണ് ക്രിസ്റ്റലുകളിൽ കാണപ്പെടുന്നുള്ളൂ. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി, കാറ്റയോണിൻ്റെ എണ്ണം കുറഞ്ഞിട്ട് കാറ്റയോൺ വേക്കൻസി കൊണ്ട് ഉണ്ടാവുന്ന മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റുകൾ. ഇനി ഇതിൽ ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസീസ്. ആനയോണിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവുന്ന മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഇപ്പോൾ കണ്ട, ഞാനിവിടെ ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലാണ് വരച്ചിരിക്കുന്നത്. പ്ലസ് മൈനസ്, കാറ്റയോൺ ആനയോൺ, കാറ്റയോൺ ആനയോൺ, അങ്ങനെ റെഗുലർ അറേഞ്ച്മെൻറ്റ്. ഇനി മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി എന്ന് പറയുമ്പോൾ ഒരു ആനയോൺ ക്രിസ്റ്റലിൽ നിന്ന് പോവുക, അപ്പോഴാണ് അവിടെ വേക്കൻസി വരുന്നത്. ഈ ആനയോണിനെ ഞാനിവിടെ മാറ്റി. ഇങ്ങനെ ഒരു ആനയോൺ ക്രിസ്റ്റലിൽ നിന്ന് പോവുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് അവിടെ കുറഞ്ഞു, അപ്പോൾ ക്രിസ്റ്റൽ എപ്പോഴും ന്യൂട്രൽ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ ആനയോൺ പോയ സ്ഥലത്ത് ഒരു ഇലക്ട്രോൺ വന്നിരിക്കും, അപ്പോൾ ആ നെഗറ്റീവ് ചാർജ് ബാലൻസ്ഡായി. ഇങ്ങനെ ഇലക്ട്രോൺ വന്നിരിക്കുന്ന സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരാണ് എഫ് സെൻറ്റർ, അല്ലെങ്കിൽ ഇതിനെ കളർ സെൻറ്റർ എന്ന് പറയും. കളർ എന്നുള്ള ആ ഒരു വാക്കിൻ്റെ ജർമ്മൻ വേർഡാണ്, അതിൽ നിന്നാണ് ഈ എഫ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോൺ ഇരിക്കുന്ന സ്ഥലത്തിന് എഫ് സെൻറ്റർ അല്ലെങ്കിൽ കളർ സെൻറ്റർ എന്ന് പറയും. ഈ കളർ, ക്രിസ്റ്റലിന് ഒരു കളർ വരാനായിട്ട് കാരണം ഈ എഫ് സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യും, എന്നിട്ട് അത് എമിറ്റ് ചെയ്യുമ്പോൾ ഈ വിസിബിൾ റീജിയനിൽ വരും. അങ്ങനെയാണ് ഈ ക്രിസ്റ്റലിന് കളർ വരണത്. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോൺ ഇരിക്കുന്ന സ്ഥലത്തിന് നമ്മൾ പറയുക ഇലക്ട്രോൺ ഈസ് ട്രാപ്ഡ് ഇൻ ദ ആനയോൺ വേക്കൻസി. ആനയോൺ വേക്കൻസിയിൽ ഇലക്ട്രോണിനെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫക്റ്റിനെയാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആനയോണിൻ്റെ എണ്ണം ഒന്ന് കുറവാണ്, കാറ്റയോൺ ഒരെണ്ണം കൂടുതലാണ്. പക്ഷേ ആനയോൺ ഒന്ന് കുറവാണെങ്കിൽ പകരം ഒരു ഇലക്ട്രോൺ വന്നിരുന്നിട്ട് അത് ബാലൻസ് ചെയ്തു. ആ ഇലക്ട്രോൺ ഇരിക്കുന്ന സ്ഥലത്തിനെയാണ് ഇലക്ട്രോൺ ഈസ് ട്രാപ്ഡ് ഇൻ ദ ആനയോൺ വേക്കൻസി, അതിനെയാണ് നമ്മൾ കളർ സെൻറ്റർ അല്ലെങ്കിൽ എഫ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ സോഡിയം ക്ലോറൈഡ് ഈസ് ഹീറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം വേപ്പർ, അപ്പോൾ ക്രിസ്റ്റൽസ് ബിക്കംസ് യെല്ലോ, അപ്പോഴാണ് ഈ ഇലക്ട്രോൺ ഇങ്ങനെ വന്നിരിക്കുന്നത്. വെൻ ലിഥിയം ക്ലോറൈഡ് ഈസ് ഹീറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് ലിഥിയം വേപ്പർ, അപ്പോൾ ആ ക്രിസ്റ്റൽ പിങ്ക് കളറാവും. വെൻ പൊട്ടാസ്യം ക്ലോറൈഡ് ഈസ് ഹീറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് പൊട്ടാസ്യം വേപ്പർ, അപ്പോൾ അത് വയലറ്റ് കളറാവും പൊട്ടാസ്യം ക്ലോറൈഡ്. അപ്പോൾ ഇത് മൂന്നും നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എഫ് സെൻറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റാണ് ഈ എഫ് സെൻറ്റർ അല്ലെങ്കിൽ കളർ സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസീസ്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിലത്തെ എക്സാമിന് നമ്മളോട് ചോദിച്ചത് ഈ 3 ക്വസ്റ്റ്യൻസുമാണ്: ഷോർട്ട് കീ ഡിഫക്റ്റ്, ഫ്രങ്കൽ ഡിഫക്റ്റ്, എഫ് സെൻറ്റർ. പിന്നെ 2 ഡിഫക്റ്റും കാണിക്കുന്ന ക്രിസ്റ്റൽ, ടീച്ചർ നേരത്തെ പറഞ്ഞോളൂ AGBR. ഇത് 4 ആണ് SA നമ്മളോട് ചോദിച്ചത്.
അപ്പോൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫക്റ്റാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസീസ്. കണ്ട, ആനയോൺ പോയിട്ട് പകരം അവിടെ ഒരു ഇലക്ട്രോൺ വരും. ഇലക്ട്രോൺ വന്നിരിക്കുന്ന സ്ഥലത്തിനെ എബ്സെൻറ്റർ എന്ന് പറയും. അപ്പോൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ നമ്മളോട് ഇങ്ങനെയാണ് ചോദിക്കുക: വെൻ സോഡിയം ക്ലോറൈഡ് ഹീറ്റഡ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് സോഡിയം വേപ്പർ ഇറ്റ് ബിക്കംസ് യെല്ലോ വൈ. അല്ലെങ്കിൽ ലിഥിയം ക്ലോറൈഡിനെ വെച്ചിട്ട് ചോദിക്കും ഇറ്റ് ബിക്കംസ് പിങ്ക് വൈ. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഈ എബ്സെൻറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എബ്സെൻറ്റർ എന്ന് മാത്രം എഴുതിയാൽ തന്നെ നമുക്കൊരു മാർക്കാണ്. എന്താണ് എബ്സെൻറ്റർ? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസീസ്. ഈ ആനിയോൺ വേക്കൻസിയിൽ ഇലക്ട്രോൺ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തിനെയാണ് എബ്സെൻറ്റർ എന്ന് പറയുന്നത്. ആ ഇലക്ട്രോണാണ് ക്രിസ്റ്റലിന് കളർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ 2 ടൈപ്പുള്ളതിൽ ഒന്നാമത്തെയാണ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസീസ്. ഇനി നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കാറ്റയോണിൻ്റെ എണ്ണം കൂടുക. അപ്പോൾ ചില ക്രിസ്റ്റൽസ് ഹീറ്റ് ചെയ്യുമ്പോൾ അതിന് കളറ് വരും. അത് ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ് വന്നിട്ടാണ്. അതായത് വെൻ സിങ്ക് ഓക്സൈഡ് ഹീറ്റഡ്, സിങ്ക് ഓക്സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വൈറ്റ് കളറാണ്. വൈറ്റ് കളേർഡ് ക്രിസ്റ്റൽ ബിക്കംസ് യെല്ലോ. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിങ്ക് ഓക്സൈഡ് യെല്ലോ കളറാവും. അതിന് കാരണം മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ്. ഇപ്പോൾ നോക്കിയാൽ സിങ്ക് ഓക്സൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് Zn2+ + ½ O2 + 2 ഇലക്ട്രോൺ. കണ്ട, ഇങ്ങനെ വരുന്ന ഇലക്ട്രോൺസ് ഈ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ വരും. അതായത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഒരു ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ ഇങ്ങനൊരു എക്സ്ട്രാ കാറ്റയോൺ വരും. കണ്ട, ഇങ്ങനെ ഒരു കാറ്റയോൺ വന്നു കഴിയുമ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ. കണ്ട, ഈ എക്സ്ട്രാ കാറ്റയോൺ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലാണ് വരുന്നത്. ഇങ്ങനെ എക്സ്ട്രാ കാറ്റയോൺ വരുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു പോസിറ്റീവ് ചാർജ് എക്സ്ട്രാ ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ ഒരു ഇലക്ട്രോൺ വരും. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. ആ പോസിറ്റീവ് ചാർജിന് ഒരു നെഗറ്റീവ് ചാർജ് വന്നു. ഈ ഡിഫക്റ്റിനെയാണ് നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ് എന്ന് പറയുന്നത്. ആ വേർഡിൽ തന്നെ ഉണ്ട് അത്, എക്സ്ട്രാ കാറ്റയോൺ. കാറ്റയോൺ എക്സ്ട്രാ വരിക, ഇൻ്റർസ്പീഷ്യൽ സ്പേസിൽ പുതിയ കാറ്റയോൺസ് വരിക. അപ്പോൾ ഒപ്പം തന്നെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തൊട്ടടുത്ത ഇൻ്റർസ്പീഷ്യൽ സ്പേസിൽ ഒരു ഇലക്ട്രോൺ വരും. അപ്പോൾ ഇതിനെയാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് വൈറ്റ് കളറാണ്. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് യെല്ലോ കളറാവും. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ്. അപ്പോൾ നമ്മളിപ്പോൾ 2 മെറ്റൽ എക്സസ് ഡിഫക്റ്റുകളാണ് പറഞ്ഞത്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസിയും, അതാണ് എബ്സെൻറ്റർ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റാണ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആകെ ഒരു ടൈപ്പേ ഉള്ളൂ, ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസീസ്. കാറ്റയോൺ വേക്കൻസി വന്നിട്ട് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് വരിക. അത് കാണിക്കുന്ന ക്രിസ്റ്റൽസാണ് അയേൺ ഓക്സൈഡ് FeO, അയേൺ സൾഫൈഡ് FeS. ഇത്തരം ക്രിസ്റ്റൽസാണ് ഈ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസീസ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ അയേൺ ഓക്സൈഡിൻ്റെ ക്രിസ്റ്റൽ പെർഫെക്റ്റ് ക്രിസ്റ്റലാണ് ടീച്ചർ ഇപ്പോൾ വരച്ചിരിക്കുന്നത്. കണ്ട, ഒരു Fe2+, പിന്നെ ഒരു O2- ഓക്സൈഡ് അയോൺ. Fe2+ കാറ്റയോൺ, O2-, Fe2+, ഇനി O2-, അങ്ങനെ പോകും. കണ്ടോ, O2-, Fe2+, O2-, Fe2+, ഇതിങ്ങനെ പോകും. ഇനി എങ്ങനെയാണ് ഇതിൽ ഈ ഡിഫക്റ്റ് വരണത്? കാറ്റയോൺ വേക്കൻസി വരണത്. അപ്പോൾ ഇതൊക്കെ Fe2+ ആണ്. ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ Fe2+കളിൽ ഏതെങ്കിലും 3 Fe2+ Fe3+ ആയിട്ട് മാറും. അപ്പോൾ പോസിറ്റീവ് ചാർജൊക്കെ ഈക്വൽ തന്നെയായിരിക്കും, പക്ഷേ കാറ്റയോണിൻ്റെ ഒരു വേക്കൻസി വരും. അപ്പോൾ നോക്കിയേ, ഇൻ FeO അയൺ ഓക്സൈഡിൽ 2 ഔട്ട് ഓഫ് 3 Fe2+ അയോൺസ്, അതായത് 2 Fe2+ അയോൺസ് Fe3+ അയോൺസ് ആയിട്ട് മാറും. കണ്ട, ഇൻ അയൺ ഓക്സൈഡ് 2 ഔട്ട് ഓഫ് 3 Fe2+ അയോൺസ്, 3 Fe2+ അയോൺസിൽ 2 കൺവേർട്ടഡ് ടു Fe3+, 2 Fe3+ ആയിട്ട് മാറും. ആൻഡ് ദ തേർഡ് Fe2+ ഈസ് മിസ്സിങ്, മൂന്നാമത്തത് കാണാണ്ടാവും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ന്യൂട്രൽ ആയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ 3 Fe2+കളിൽ 2 Fe3+ ആയിട്ട് മാറും, 1 കാണാണ്ടാവും. അപ്പോൾ 3 Fe2+ എന്ന് പറയുമ്പോൾ ഇതേ നോക്കിക്കോ, 3 Fe2+, ഈ 3 Fe2+, Fe3, 3 Fe2+ൽ ഇതേ 1 Fe3+ ആയി.
ഇനി ഇതേ അടുത്തതും Fe3+ ആയി. അപ്പോൾ രണ്ടെണ്ണം Fe3+ ആയി. അപ്പോൾ ഈ Fe2+ കാണാണ്ടായി. അപ്പോൾ ഒരു കാറ്റയോൺ വേക്കൻസി വന്നു. കണ്ട, ഇതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3 Fe2+ നോക്കുമ്പോൾ ഇവിടെ ഇല്ല ശരിക്ക്. അപ്പോൾ 2+2+2 6 നമ്മുടെ ടോട്ടൽ ചാർജ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിന് പകരം 2 Fe2+ എന്തായിട്ട് മാറി? Fe3+ ആയിട്ട് മാറി. കണ്ട, ഇതും Fe3+ ആയി, ഇത് Fe3+ ആയി. അപ്പോൾ 3 3 6. അപ്പോൾ പോസിറ്റീവ് ചാർജിനൊരു വ്യത്യാസമില്ല, എന്നാൽ ഒരു കാറ്റയോൺ വേക്കൻസി വരികയും ചെയ്തു. ഇതിനെയാണ് നമ്മൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ 3 Fe2+കളിൽ 2 Fe3+ ആയിട്ട് ചേഞ്ച് ചെയ്യും. കണ്ട, 2 Fe3+ ആയിട്ട് ചേഞ്ച് ചെയ്തു. ഒരു Fe2+ പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു കാറ്റയോൺ വേക്കൻസി വന്നു. ഇതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളോട് അങ്ങനെ അധികം ചോദിക്കണതല്ല. അയൺ ഓക്സൈഡ്, അയൺ സൾഫൈഡ് അങ്ങനെയുള്ള ക്രിസ്റ്റൽസിലാണ് ഈ ഡിഫക്റ്റ് കാണിക്കുക എന്ന് പറയുന്നത്. പക്ഷേ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ഇവിടെ വാലൻസി ചേഞ്ച് ചെയ്യാണ് ചെയ്യണത്. 3 Fe2+ ഉണ്ട്, അതിൽ 2 Fe3+ ആവും. അപ്പോൾ ഒരെണ്ണത്തിനെ കാണാണ്ടാവും. അപ്പോൾ ചാർജൊക്കെ സെയിമായി. നമുക്കൊരു ഇലക്ട്രോണിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം പോസിറ്റീവ് അയോൺസിൻ്റെ ചാർജൊക്കെ സെയിമാണ്. ഇതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. ഇനി നമുക്ക് അവസാനത്തെ ഒരു ഡിഫക്റ്റ് കൂടി ഉണ്ട്. അതാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇംപ്യൂരിറ്റി ഡിഫക്ട്സ്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഒരു ഇംപ്യൂരിറ്റി നമ്മുടെ ക്രിസ്റ്റലിൽ വരിക, ഒരു ഫോറിൻ പാർട്ടിക്കിൾ നമ്മുടെ ക്രിസ്റ്റലിൽ വരിക, അതിനെയാണ് നമ്മൾ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, സോഡിയം ക്ലോറൈഡ് കണ്ടെയ്നിങ് സ്ട്രോൺഷ്യം ക്ലോറൈഡ് SrCl2, സിൽവർ ക്ലോറൈഡ് കണ്ടെയ്നിങ് CdCl2, കാഡ്മിയം ക്ലോറൈഡ്. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം അതിൽ സ്ട്രോൺഷ്യം ക്ലോറൈഡും കൂടി വരികയാണ്. അപ്പോൾ എന്താ സംഭവിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ട്രോൺഷ്യം, സോഡിയം എന്ന് പറയുന്നത് Na+ ആണ്. ദറ്റ് ഈസ് ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ വരച്ചിരിക്കുന്നത് Na+, Cl-, Na+, Cl-, അങ്ങനെ. ഈ സോഡിയം അയോൺസിന് ഒരു പോസിറ്റീവ് ചാർജേ ഉള്ളൂ, Na+. പക്ഷേ സ്ട്രോൺഷ്യം എന്ന് പറഞ്ഞാൽ Sr2+ ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണേ? 2 സോഡിയം അയോൺസ് കാണാണ്ടാവും. കണ്ടോ? അപ്പോൾ 2 പോകുമ്പോൾ 2 പോസിറ്റീവ് ചാർജ് കുറഞ്ഞു. പക്ഷെ പകരം ഒരു സോഡിയത്തിൻ്റെ സ്ഥാനത്ത് ഒരു സ്ട്രോൺഷ്യം കയറിയിരുന്നു, Sr2+. കണ്ട, സ്ട്രോൺഷ്യം കയറിയിരുന്നു. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ചാർജൊക്കെ ബാലൻസ്ഡ് ആയി. കാരണം 2 പോസിറ്റീവ് ചാർജാണ് പോയത്, അതിന് പകരം 2 പോസിറ്റീവ് ചാർജ് വന്നു, Sr2+ വന്നു. ഒരു സോഡിയം അയോണിൻ്റെ സ്ഥലം വേക്കൻ്റ് ആവുകയും ചെയ്തു. ഇതിനെയാണ് നമ്മൾ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. കണ്ട, ഈച്ച് Sr2+ റീപ്ലേസസ് 2 Na+ അയോൺ. ഓരോ സ്ട്രോൺഷ്യം അയോണും 2 സോഡിയം അയോണിനെ റീപ്ലേസ് ചെയ്യും, ഓരോ സ്ട്രോൺഷ്യം അയോൺസും. ഇറ്റ് ഓക്യുപ്പൈസ് ദ സൈറ്റ് ഓഫ് 1 അയോൺ ആൻഡ് ദ അതർ അയോൺ സൈറ്റ് റിമെയിൻസ് വേക്കൻറ്റ്. സ്ട്രോൺഷ്യം ഒരു സ്ഥലത്ത് ഓക്യുപ്പൈ ചെയ്യും, മറ്റേ അയോണിൻ്റെ സ്ഥലം വേക്കൻ്റ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷെ നമ്മൾ ക്രിസ്റ്റലിൽ നോക്കുമ്പോൾ ഒരു വേക്കൻസി ഉണ്ട്, പിന്നെ ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ട്. കണ്ട, സ്ട്രോൺഷ്യം Sr2+ എന്ന് പറയുന്ന ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു പുറമെന്നുള്ള ഒരു അയോണും കൂടി ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ വരിക. അപ്പോൾ നമ്മൾ ഫോറിൻ പാർട്ടിക്കിൾ എന്നാണ് അതിനെ പറയുക, പുറമെന്നുള്ള ഇമ്പ്യൂരിറ്റീനെ. ഇതാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. അപ്പോൾ ക്രിസ്റ്റൽ ഡിഫക്റ്റുകൾ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും 2 ടൈപ്പാണ്, പോയിൻ്റ് ഡിഫക്റ്റ്, ലൈൻ ഡിഫക്റ്റ്. പോയിൻ്റ് ഡിഫക്റ്റിൽ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്രിസ്റ്റൽ ഡിഫക്റ്റുകൾ വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്. പോയിൻ്റ് ഡിഫക്റ്റ്, ലൈൻ ഡിഫക്റ്റ്. പോയിൻ്റ് ഡിഫക്റ്റിൽ സ്റ്റോഷിയോമെട്രിക്, നോൺ സ്റ്റോഷിയോമെട്രിക്, ഇമ്പ്യൂരിറ്റി. സ്റ്റോഷിയോമെട്രിക് 2 ടൈപ്പ്, വേക്കൻസി, ഇൻ്റർസ്റ്റീഷ്യൽ. അതാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്, ഫ്രങ്കൽ ഡിഫക്റ്റ് എക്സാമ്പിളുകൾ. നോൺ സ്റ്റോഷിയോമെട്രിക് 3 ടൈപ്പ് അല്ല, 2 ടൈപ്പാണ്, മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് 2 ടൈപ്പ് ഉണ്ട്. ഡ്യൂ ടു ആനയോൺ വേക്കൻസി, അതിനെയാണ് F സെൻറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ, അതിൻ്റെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇനി മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി, അതിൻ്റെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്, NaCl കണ്ടെയ്നിങ് സ്ട്രോൺഷ്യം ക്ലോറൈഡ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് വരച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിസ്റ്റൽ ഡിഫക്ട്സ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ഒറ്റ നോട്ടത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എല്ലാ ഡിഫക്ട്സും എഴുതി കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ഡിഫക്ട്സ് എഴുതിയിട്ട് നിങ്ങൾ ഇതുപോലെ വരച്ച് എഴുതി വയ്ക്കുക. ഓക്കെ.